നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാക്കനാട് റെക്ക ക്ലബ്ബിൽ നിക്ക കുടുംബ സംഗമവും അവാർഡ് ദാന ചടങ്ങും മെയ് ദിനമായ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. കേരളത്തിലെ ഈ വർഷത്തെ മികച്ച എഞ്ചിനീയറിംഗ് ഗവേഷണ പ്രബന്ധത്തിനുള്ള നിക്ക പുരസ്കാര വിജയിയെ ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡാരൽ ആൻഡ്രൂ എന്നാണ്. ഞാൻ നിക്ക കൊച്ചിൻ ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ്. മെയ് 1-ാം തീയതി നമുക്കിവിടെ ഒരു റെക്ക ക്ലബ്ബിൽ വെച്ച് ഒരു ഫംഗ്ഷൻ നടത്തുകയാണ്. ഈ ചടങ്ങിൽ വെച്ച് നമ്മളൊരു അവാർഡ് ദാനം നടത്തുന്നുണ്ട്. ഈ അവാർഡ് ദാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള PhD തീസിസ്, ബെസ്റ്റ് PhD തീസിസ്, അതിൻ്റെ ഒരു അവാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സംഘടന വേറെ പല അവാർഡുകളും ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്റ്റിങ്വിഷ്ഡ് എഞ്ചിനീയറിംഗ് ടീച്ചർ ഇൻ കേരള, ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ടീച്ചർ, അതിൻ്റെ ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. പിന്നെ NITയിൽ നിന്ന് ഏറ്റവും അധികം മാർക്ക് മാത്രമല്ല, അതായത് അവരെ ഓവറോൾ പെർഫോമൻസ് നോക്കിയിട്ട് അവർക്കൊരു ഗോൾഡ് മെഡൽ സമ്മാനിക്കുന്നുണ്ട്. ഇത് കൂടാതെ എല്ലാ വർഷവും നമ്മൾ അർഹതപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുക്കുന്നത് 20,000 രൂപ വീതമാണ് കൊടുക്കുന്നത് ഓരോ വർഷവും. അത് 4 വർഷത്തേക്ക് കൊടുക്കും. ഇവരെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വർഷവും ആ 20,000 രൂപ കൊടുക്കുന്നത്. ഈ പാവപ്പെട്ട കുട്ടികളെ അവരെ ഈ പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചു ഉന്നത വിജയത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ദാനം ചെയ്യുന്നത്. ഈ സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ സംഘടനയുടെ ഒരു മുതൽക്കെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അലുമിനി അസോസിയേഷനാണ്. പല സന്ദർഭങ്ങളിലും പല സമയത്തും നമുക്ക് ഇവിടെ ഓരോ ആവശ്യം വരുമ്പോഴും നമ്മുടെ ഈ സംഘടന ചേർന്ന് ഇവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്കും, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പം നമ്മളിവിടെ നല്ലൊരു കൂട്ടായ്മ ആയിരുന്നു. ഒരുപാട് സഹായിച്ചു ആൾക്കാരെ. ഇവിടെ ഞങ്ങൾ ഫുഡ് കളക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തു. നമ്മുടെ ഈ അലുമിനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇത് സ്ഥാപിച്ചത് 1986 അന്ന് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത്, റെക്ക എന്നുള്ളത്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് റെക്ക. അപ്പോൾ ആ റെക്ക വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഒരു റെക്ക ക്ലബ്ബ് നമ്മൾ സ്ഥാപിച്ചു. അപ്പോൾ ഈ അലുമിനി വിദ്യാർത്ഥികൾ ആണ് ഈ റെക്ക ക്ലബ്ബ് സ്ഥാപിച്ചത്. ഇപ്പം REC എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അത് മാറിയിട്ട് ഇപ്പം NIT ആണുള്ളത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് നിക്ക. ഈ റെക്ക ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ഒരുമിച്ച് വന്ന് കൂടാനും മീറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയുള്ള ഒരു സംഘടനയുടെ ഒരു ശ്രമമാണ് ഈ റെക്ക ക്ലബ്ബ് ഇവിടെ കാക്കനാട് ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 1-ാം തീയതി മേയിലെ ഫംഗ്ഷനിൽ നമ്മൾ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീകുമാർ നായരാണ്. വിഴിഞ്ഞം പോർട്ടിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അവാർഡ് ദാനം ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിപ്പം വളരെ അടുത്ത് സിവിൽ സർവീസസിൽ ഉന്നത വിജയം നേടിയ 2 കുട്ടികളെയും ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗേറ്റ് എക്സാമിന് 4th റാങ്ക് നേടിയ ഞങ്ങളുടെ ഒരു അലുമിനി ഉണ്ട്. പുള്ളിയെ ഞങ്ങൾ ആദരിക്കുക. അപ്പോൾ ഈ ചടങ്ങിൽ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റും പിന്നെ എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും. അതോടുകൂടാണ് നമ്മുടെ ഫംഗ്ഷൻ അവസാനിക്കുന്നത്. ഈ സംഘടനയുടെ അടുത്ത ഒരു പടി എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ തൊട്ടടുത്ത് ഈ റെക്ക ക്ലബിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഒരു ബിൽഡിംഗ് പണിതിട്ട് നമ്മൾ വർക്കിംഗ് സ്പേസ് സ്ഥാപിക്കാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ കുട്ടികൾക്ക് വന്നിട്ട് വളരെ ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്ന് അവർക്ക് വർക്ക് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു മീറ്റിംഗ് നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഓൺടർപ്രണേഴ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സംഘടന ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ സംഘടന ഇങ്ങനെ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ലബ്ബ് വന്നതിൻ്റെ നമുക്ക് വലിയൊരു ഉദാഹരണമാണത്. ആൾക്കാരെ ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യാനും കൂട്ടായ്മയ്ക്കുള്ളൊരു സ്ഥലം ഉള്ളതുകൊണ്ട് കൂടുതൽ അംഗങ്ങൾ ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ ഫ്യൂച്ചർ വി വിൽ ബി ഡൂയിങ് മോർ. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നൽകുന്നു. ഈ സംഘടനയുടെ ഭാവിയിലുള്ള പ്രോഗ്രാംസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉന്നത പദവിയിൽ ഉള്ള അലുമിനി നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്.
ഇവരെല്ലാം എക്സ്പീരിയൻസ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ISRO, കൊച്ചിൻ പോർട്ട്, റിഫൈനറി, FACT അങ്ങനെയുള്ള പല മേഖലയിലും ജോലി ചെയ്ത ബാബ അറ്റോമിക് സെൻറ്റർ അങ്ങനെയുള്ള പല മേഖലയിലും ജോലി ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരെല്ലാം എക്സ്പീരിയൻസ് നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ സംഘടന ഇനിയും ഇതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. ഈ റെക്ക ക്ലബ്ബ് തന്നെ നമ്മുടെ എല്ലാവരും ഈ ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു സ്ഥാപനം നമുക്കിവിടെ ചെയ്യാൻ പറ്റിയത്. അപ്പം ഇവിടെയുള്ള നാട്ടുകാർക്കും ഇവിടെയുള്ള അയൽപക്കത്തുള്ള ആൾക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം. നന്ദി.